ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മനുഷ്യ ശരീരത്തിലെ ചെവിയെക്കുറിച്ചുള്ള 10 ഫാക്റ്റുകളാണ്. അപ്പോൾ ഒട്ടും വൈകണ്ട, നമുക്ക് വീഡിയോ നോക്കി എന്തൊക്കെയെന്ന് മനസ്സിലാക്കാം. ഇതിൽ ഒന്നാമത്തെ പോയിന്റ് നോക്കിയാൽ ചെവിയുടെ മധ്യഭാഗത്തുള്ള ഓസിക്കിളുകളാണ് ഏറ്റവും ചെറിയ അസ്ഥികൾ. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ആന്തരിക ചെവി ഒരു പെൻസിലിൻ്റെ ഇറേസറിൻ്റെ ചുറ്റളവാണ് ഉണ്ടാവുക. ഇനി മൂന്നാമത്തെ ഒരു ഫാക്റ്റാണ്, നമ്മുടെ കേൾവി ശക്തി നമ്മുടെ ചെവിക്കുള്ളിലെ ചെറിയ രോമങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഈ രോമങ്ങൾ നഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ കേൾവി ശക്തി കൂടി കുറയും. ഇനി നാലാമത്തെ പോയിൻ്റാണ്, മനുഷ്യൻ അസാധാരണമായ അവസ്ഥയിലാണെങ്കിൽ ചെവിയിൽ നിന്ന് മെഴുക് വൃത്തിയാക്കേണ്ട ആവശ്യമില്ല. ചെവികൾ ആവശ്യാനുസരണം അധിക മെഴുക് പുറത്തേക്ക് തള്ളുന്നു. ഇനി അഞ്ചാമത്തെ പോയിന്റ് എന്തെന്ന് വെച്ചാൽ, ശ്രവണ നഷ്ടം അല്ലെങ്കിൽ കേൾവിക്കുറവ് അനുഭവപ്പെടുന്ന കൂടുതൽ ആൾക്കാരും 65 വയസ്സിന് താഴെയുള്ളവരാണ്. ഇനി ആറാമത്തെ പോയിന്റ്, ശ്രവണ നഷ്ടം അല്ലെങ്കിൽ കേൾവിക്കുറവ് ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ എക്സ്പോഷർ ചെയ്യുന്നത് കൊണ്ടാണ്. ഇനി നെക്സ്റ്റ് 7th പോയിന്റ്, മനുഷ്യ ശരീരത്തിലെ ചെവിക്ക് താങ്ങാൻ പറ്റുന്ന ഒരു ശബ്ദപരിധി 85 ഡെസിബലിന് താഴെയാണ്. അതിൽ കൂടിയാൽ നമ്മുടെ ചെവിയുടെ ശ്രവണശേഷി നഷ്ടപ്പെടും. ഇനി 8ാമത്തെ ഒരു പോയിൻ്റാണ്, നമ്മൾ ഉറങ്ങുമ്പോൾ നമുക്കൊന്നും കേൾക്കാൻ പറ്റില്ല. അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ്. ഇങ്ങനെ കേൾക്കാതിരിക്കുന്നത് നമ്മുടെ മസ്തിഷ്കം ഇൻകമിങ് ശബ്ദങ്ങളെ തടഞ്ഞു നിർത്തുന്നത് കൊണ്ടാണ്. ഇനി 9ാമത്തെ ഒരു പോയിൻ്റാണ്, മനുഷ്യൻ്റെ ചെവി കേൾവി ശക്തിക്ക് മാത്രമല്ല സഹായിക്കുന്നത്, കൂടാതെ നമ്മുടെ ബാലൻസിനും കൂടി, അതായത് തുലനാവസ്ഥയ്ക്കും കൂടി നമ്മെ സഹായിക്കുന്നു. ഇനി 10th പോയിന്റ് അല്ലെങ്കിൽ അവസാനത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, എല്ലാ ജീവജാലങ്ങൾക്കും ചെവി കേൾക്കാൻ സാധിക്കില്ല. പാമ്പുകൾ താടിയെല്ലാണ് ഇതിനുപയോഗിക്കുക. അതേപോലെ മത്സ്യങ്ങൾ സമ്മർദ്ദങ്ങളുടെ വ്യതിയാനങ്ങളോട് പ്രതികരിക്കുന്നു. അതേപോലെ പുരുഷ കൊതുകുകൾ ആൻറ്റിനയാണ് ഇതിനുപയോഗിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നതിലേക്കും ഗുഡ് ബൈ.